ജഗിർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. എന്തുകൊണ്ടാണ് അനുമോളെ മാത്രം ആ ഹൗസിലേക്ക് റീ എൻട്രി ചെയ്തു വന്നവർ ടാർഗറ്റ് ചെയ്യുന്നത്? അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു വ്യക്തമായ ഒരു കാരണം, ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇന്നത്തെ ഫുൾ ഡേ റിവ്യൂ ആണ്. അപ്പോൾ ആദ്യം തന്നെ എവിക്ഷൻ്റെ കാര്യം പറയാം. ആദില നല്ലൊരു BB മെറ്റീരിയലാണ്. എല്ലാവരും പാടെ അവളെ എവിക്റ്റ് ചെയ്തു. എന്താ പറയുക, അവളുടെ വീഡിയോ കാണാൻ പറ്റിയില്ല. ബട്ട് ഷീസ് എ ഗുഡ് മൈൻഡ് ഗെയിമർ. നൂറ അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ലെങ്കിലും ആദില നല്ലൊരു BB മെറ്റീരിയലാണ്. അവിടെ എല്ലാ ഇമോഷൻസും അവൾ ആ വീടിനകത്ത് ഇട്ടിട്ടുണ്ട്. പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ടടുത്ത് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഷീസ് എ ഗുഡ് ഗെയിമർ, ഒന്നും പറയാൻ ഇല്ല. 96-ാം ദിവസത്തിലാണ് ഇറങ്ങിപ്പോകുന്നത്. അത് എന്താ പറയുക, അനുമോൾക്കെതിരെ അനുമോൾ എന്തെങ്കിലും തെറ്റുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ശബ്ദമുയർത്തുക തന്നെ വേണം. അത് ഫ്രണ്ട്സ് ആയാലും ശത്രു ആയാലും. അപ്പോൾ നമ്മളത് ശബ്ദമുയർത്തുമ്പോൾ അതിന് കട്ടപ്പാന്നും മറ്റേ പേരും മറിച്ചേ പേരും വിളിച്ച് ഉണ്ടാക്കല്ല വേണ്ടത്. ഇപ്പോൾ ആദിലയുടെ ഭാഗത്ത് തെറ്റുകളുണ്ടെങ്കിൽ അനുമോൾക്ക് പറയാം തെറ്റുകളും കുറ്റങ്ങളും. അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഗെയിമാണ്. ആ ഗെയിമിനകത്ത് നിന്നുകൊണ്ട് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഇവനെൻ്റെ ഫ്രണ്ടാണ്, ഇവന് ഞാൻ എഗെയിൻസ്റ്റായിട്ട് ഞാനൊന്നും പറയില്ല, അങ്ങനെയല്ല. ഒരു ഗെയിം കളിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ആ ഗെയിമിനൊരു വാല്യൂ ഇല്ലേ? അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലെവലിൽ നമ്മൾ നിന്ന് കളിക്കണ്ടേ? ഇപ്പോൾ ഒരാളെ നമ്മളവിടെ നായികയാക്കി വെച്ചേക്കാണ് അനുമോൾ. അവൾ നായികയാണ്. അപ്പം നായികയ്ക്ക് എഗെയിൻസ്റ്റ് ആരെന്ത് പറഞ്ഞാലും അത് പ്രശ്നമാണ്. അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഇപ്പോൾ ഓൾറെഡി PR എടുത്തിട്ട് ഇവളെ നായികയാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് വിഷയം. അനുമോളയ്ക്ക് എഗെയിൻസ്റ്റായിട്ടല്ല ആദില ശബ്ദിച്ചിരുന്നത്. ഞാൻ ആദിലയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കല്ല. ആദില നല്ലൊരു BB മെറ്റീരിയലായിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ഇപ്പോൾ കട്ടപ്പാന്ന് വിളിച്ചാലും പാമ്പ് എന്ന് വിളിച്ചാലും വിഷം എന്ന് വിളിച്ചാലും എന്തൊക്കെ വിളിച്ചാലും ശരി, ആദില നല്ലൊരു BB മെറ്റീരിയൽ തന്നെയാണ്. അത് എങ്ങനെ എവിടെ നിന്നിട്ടാണെങ്കിലും നമുക്കത് പറയാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, ഇപ്പം പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള പോലെ കളിക്കണമെന്നില്ല. ഇപ്പോൾ അതിനകത്ത് നിൽക്കുമ്പോൾ 7 പേരും ഗെയിമേഴ്സാണ്. 7 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കേണ്ടി വരും. അപ്പം നമ്മൾ ഇവള് നായികയാണെന്ന് വിചാരിച്ചിട്ട് ഇവൾക്ക് എഗെയിൻസ്റ്റ് ഗെയിം കളിക്കും. ഇവളുടെ തെറ്റുകൾ ഇവൾക്കെതിരല്ലാണ്ട് പിന്നെ എവിടെ നിന്നിട്ട് കളിക്കണം? വീടിൻ്റെ പുറത്ത് പോയി നിന്നിട്ട് കളിക്കണോ? വളരെ മോശമാണ് അതൊക്കെ. ആൾക്കാർ പറയുന്നുണ്ട് ഭയങ്കര മോശം എന്നൊക്കെ. ശൈത്യയുടെ പ്രശ്നങ്ങൾ പറയുന്നു. ശൈത്യം ഇവർ 4 പേരും ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവരിൽ ഒരാളിലുണ്ടാകുന്ന പ്രശ്നം ആക്സെപ്റ്റ് ചെയ്യണ്ടേ? ഓക്കെ. അപ്പോൾ മിഡ് വീക്ക് എവിക്ഷനിലൂടെ നല്ലൊരു കണ്ടസ്റ്റൻ്റ് കൂടി പുറത്തായിരിക്കുകയാണ്. ഓക്കെ, നമുക്കത് വിടാം. നമ്മൾ പറഞ്ഞു വന്നത്, അനുമോളെ മാത്രം എന്തുകൊണ്ട് ഈ നിന്ന ആൾക്കാർ ടാർഗറ്റ് ചെയ്യുന്നു. ഇന്നവിടെ നമ്മൾ ഇമോഷൻസിൻ്റെ വീഡിയോസ് കണ്ടു, അതുപോലെ ആക്ഷൻസിൻ്റെ വീഡിയോസ് കണ്ടു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടുള്ളത്. അപ്പാനി മസ്താനി വിഷയം എടുക്കുകയാണെങ്കിൽ അപ്പാനിയുടെ വിചാരം എന്താ? അവൻ രൂപക്കൂട്ടിലിരിക്കണമെന്നല്ല. അവൻ നല്ല രീതിയിൽ മസ്താനീനെ തെറി വിളിച്ചിട്ടാണ് മസ്താനി തിരിച്ച് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒരു മനുഷ്യൻ പ്രൊവോക്കഡ് ആവുമ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് ബിഗ് ബോസ് ഹൗസാണ്. അവിടെ ഒരു റൂൾസിനെ അഗെയിൻസ്റ്റായിട്ട് മസ്താനി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം മസ്താനി എവിക്റ്റായി പുറത്തേക്ക് പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെയൊക്കെ കാണിച്ചു തരാത്തൊക്കെ അതെന്താരൊന്നും പറയാത്ത. ഇവിടെ മസ്താനി കളിക്കണ ഗെയിം ഫുള്ള് പ്രൊവോക്കിംഗ് ഗെയിമായിരുന്നു. അതൊക്കെ, അത് സമ്മതിച്ചു, അത് വിട്ട് കളയാം നമുക്ക്. അതല്ല ഇവിടുത്തെ വിഷയം. അപ്പാനിയുമായിട്ടുള്ള വിഷയമാണ്.
അപ്പാനി തെറി വിളിച്ചതുകൊണ്ട്, ഒരു പെണ്ണിനും വിളിക്കാൻ പാടില്ലാത്തൊരു തെറി വിളിച്ചത് കൊണ്ടാണ് മസ്താനി അങ്ങനെ സംസാരിച്ചത്. ഓക്കെ, അതിൽ മസ്താനിയുടെ ഭാഗത്തും അപ്പാനിയുടെ ഭാഗത്തും തെറ്റുണ്ട്. മസ്താനി അതിനു വേണ്ടി ഇന്നത്തെ ദിവസം ഇന്നലെയും ഇന്നുമായിട്ട് കുറേ തവണയായി അപ്പാനിയുടെ പിന്നാലെ നടക്കണം, ഒരു സോറി പറയാനും അത് ഒത്തുതീർപ്പാക്കാനും വേണ്ടിയിട്ട്. അപ്പാനി എന്താ ചെയ്യണത്? അപ്പാനി രാവിലെ പറയും എനിക്ക് പറ്റില്ല, ഉച്ചയ്ക്ക് പറയും എനിക്ക് അവളോട് മാപ്പ് പറയണമെന്നുണ്ട്, അതിനൊരു വേദി ബിഗ് ബോസ് ഒരുക്കി തന്ന നല്ല കാര്യമായിരുന്നു എന്ന് പറയും. വൈകിട്ട് പറയും എൻ്റെ മനസ്സിനകത്ത് ഭയങ്കര പൊള്ളലാണ്, അത് ആ വ്യക്തിയുമായിട്ട് എനിക്കിനി എവിടെയും ഒരു കണക്ഷനും വേണ്ട. മാറി മറിഞ്ഞ് പറയുന്ന ഒരാളുടെ നിലപാട്, അയാൾ എന്ത് വിശ്വസിച്ചിട്ടാണ് അയാളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുക? ഇയാൾക്ക് പലതരം നിലപാടുകളാണ്, ഒന്നും രണ്ടും ഒന്നല്ല, കുറേ നിലപാടുകളുണ്ട്. എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇയാളെ. ഇയാൾ ഒന്നാന്തരം ഒരു ഇമേജ് കോൺഷ്യസ് ആണ്. അത് വ്യക്തമായിട്ട് ഇയാൾ കാണിക്കുന്ന ഓരോ പ്രവർത്തികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫുൾ ഭയാണ് ഇയാൾക്ക്. നീതി, ന്യായം, ധർമ്മം ഒക്കെ കൊണ്ടുവന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, വീട്ടുകാർ. അവരിവിടെ നടക്കുന്ന പല സംഭവങ്ങളും, ഇവിടെ നടന്നിട്ടുള്ള പല നീതികളുണ്ട്, അതൊന്നും പോയിന്റ് ഔട്ട് ചെയ്യണില്ല. ഇവർ ആകെ കൂടി അനുമോൾക്കെതിരെ മാത്രം സംസാരിക്കുക. ഇന്ന് എല്ലാവരും പറയണ അനുമോൾക്കെതിരെ സംസാരിച്ചവരൊക്കെ വിറ്റായി പോവാ. നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്. എല്ലാവരും പാടെ അനുമോളെ കോർണർ ചെയ്യിക്കുന്നൊരു ഡ്രാമയാണെങ്കിലോ എനിക്കറിയാൻ വയ്യ, ഇനി ചിലപ്പോൾ അങ്ങനെയാവാം. എന്താ വെച്ച് കഴിഞ്ഞാൽ കോർണർ ചെയ്യുന്ന ഒരു വ്യക്തി എങ്ങനെ പോയാലും ഒറ്റപ്പെടുമ്പോൾ എങ്ങനെ പോയാലും കപ്പിന് എന്താ പറയുക അധിക ദൂരം ഉണ്ടാവില്ല. ഇവർ കോർണർ ചെയ്യും തോറും പുറത്ത് നല്ല സപ്പോർട്ട് കൂടുള്ളൂ അനുമോൾക്ക്. കോർണർ ചെയ്യുമ്പോൾ സപ്പോർട്ട് കൂടി വരും. ഇന്ന് പ്രവീൺ അക്ബറിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, അത് പകുതി കേൾക്കില്ല, പകുതി അവൻ സൗണ്ട് കുറച്ചിട്ടാണ് പറഞ്ഞതെങ്കിലും അതിൽ ഒരു ഹിൻ്റ് ഉണ്ട്. അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ വന്നവരെ വിശ്വസിക്കരുത്. ഈ വന്നവർ ഇപ്പം ആദില കണ്ടില്ലേ, പടിക്ക് കല്ലടച്ചിട്ട് പോവുകയാണ് ചെയ്തത്. വന്നപ്പോൾ തൊട്ടിട്ട് ആദിലേനെ പിരികേറ്റിക്കൊണ്ടിരിക്കുകയാണ് ശൈത്യ. വന്ന അന്ന് മുതൽ ആദിലേക്ക് ഇങ്ങനെ ഓതിക്കൊടുക്കുകയാണ്. അപ്പോൾ ആദില തന്നെ ഇന്ന് മുൻനിന്നിട്ട് ഇവർ രണ്ടുപേരും ഒന്നിപ്പിച്ചു. ബട്ട് അതിന് ആയുസ് അധികം ഉണ്ടായില്ല. എന്താ കാരണം? ശൈത്യക്ക് മിങ്കിൾ ചെയ്ത് പോകാൻ താല്പര്യമില്ല. ശൈത്യ വന്നിട്ടുള്ളത് വേറെ എന്തോന്നിനോ വേണ്ടിയാണ്, വേറെ എന്തോ ലക്ഷ്യം വെച്ചിട്ടാണ് അവൾ വന്നിട്ടുള്ളത്. അവിടെ നല്ല രീതിയിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അവള് കട്ടപ്പാന്ന് വിളിച്ചു, അത് വിളിക്കാനുള്ള കാരണം എന്താന്ന് പറയാൻ മാത്രമാണ് അനുമോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവള് സംസാരിച്ച് എങ്ങോട്ടും എത്തണില്ല, എങ്ങോട്ടൊക്കെയോ പോവാണ് സംസാരിച്ചിട്ട്. PR പോകുന്നു, പിന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് പോകുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ ഇവളിപ്പോൾ ഇങ്ങനൊരു വാക്ക് വിളിച്ചു, അതിൻ്റെ വ്യക്തമായ കാര്യകാരണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. 2 മണിക്കൂറോളം അങ്ങോട്ട് നീണ്ടു നിന്ന ചർച്ചയായിരുന്നു അനുമോളും ശൈത്യം. എന്നിട്ടും സെറ്റാവണില്ല ഇവൾക്ക്. ഇവള് കണ്ണീര് ഒലിപ്പിച്ചിട്ട് നടക്കന്നെ. പിന്നെയും ഞാൻ അനുഭവിച്ച വേദന, ഇനിയിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ അതിലും വലിയ വേദനയാവും അനുഭവിക്കാൻ പോകുന്നത്. അപ്പം അവള് വന്നിട്ടുള്ളത് വേറെന്തോ വിഷയം വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്, സത്യമാണ്. അത് വേറെന്തോ കളി അതിനകത്ത് നല്ല രീതിയിൽ മണക്കുന്നുണ്ട്. അത് ആദില നൂറയ്ക്കും കേടായിരുന്നു, അക്ബറിനും കേടാണ്, നെവിനും കേടാണ്. അതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരുടെ വള്ളി പിടിച്ചവർക്കൊക്കെ ആ പ്രശ്നം കിട്ടും. ഇവരുടെ വള്ളി ആദ്യം പിടിച്ചേക്കണത് അക്ബറാ, രണ്ടാമത് പിടിച്ചേക്കണത് ആദിലയാണ്, മൂന്നാമത് നൂറെ പിടിച്ചേക്കണത്. ആദില ഔട്ടായി, ഇനി അക്ബർ ഉണ്ട്, നൂറുണ്ട്. ഇത് എന്താണ് ഇവരുടെ പ്ലാൻ മനസ്സിലാവണില്ല. വന്നു കയറിയവര് പലരും പല വർത്താനങ്ങളൊക്കെ പറയുന്നത്, പല രീതിയിൽ. ഈ കലാഭവൻ സരികയ്ക്കും അനുവിനും എന്താണ് വിഷയം എനിക്കറിഞ്ഞുകൂടാ. ഇന്നലെ
ശാരിക KP ആയിട്ടുള്ള പ്രശ്നത്തിൽ അല്ല റെനയുമായിട്ടുള്ള പ്രശ്നത്തിൽ അനുമോള് ഇടപെടാൻ വന്നപ്പോൾ അനുമോൾ എന്നോട് മിണ്ടാൻ വരണ്ട, അനുമോൾ എൻ്റെ അടുത്ത് മിണ്ടണ്ട, മാറി നിൽക്കുകയെന്നാണ് പറഞ്ഞത്. അതൊക്കെ എന്താണ്? അപ്പോൾ ഇവരുടെ റിവഞ്ച് തീർക്കുന്നത് മറ്റുള്ള ആൾക്കാരെ അവിടുത്തെ നിൽക്കുന്ന ഫിനാലേക്ക് ഒരുങ്ങി നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റിനെ ഉപയോഗിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇവരുടെ ഒരു ഡ്രാമ പ്ലേ ചെയ്യുന്നത്. കണ്ടാലറിയാം, വ്യക്തമായിട്ട് കണ്ടാലറിയാം, ഇന്ന് ശൈത്യ ചെയ്യുന്നതൊക്കെ ഡ്രാമയാണ്, നല്ല രീതിയിലുള്ള ഡ്രാമയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 50% ശരിയായിരിക്കാം, പക്ഷെ അതിന് വ്യക്തമായ കാരണങ്ങൾ കൊടുത്തിട്ടും പിന്നെയും ഇതന്നെ റിപ്പീറ്റ് അടിച്ച് അപ്പോൾ ഈ ഒരു പ്രശ്നം ഒത്തു തീരരുത് എന്നുള്ള ഒരു എന്താ പറയുക ഒരു സംഗതി അതിനകത്തുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാവണില്ല. ഒരു പക്ഷേ അനുമോളെ വിജയിപ്പിക്കാനുള്ള ഒരു തന്ത്രമായിരിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളെ കോർണർ ചെയ്യുമ്പം തോറും ഇത് കൂടുള്ളൂ. ഇപ്പോൾ ഒരാളെ മാത്രം കോർണർ ചെയ്യും തോറും ഇവരുടെ വോട്ട് കൂടി വരുള്ളൂ പുറത്ത്. അത് നല്ല രീതിയിൽ അറിയാം അല്ലേ? ഇപ്പം ആദിലേനെ വിളിച്ച് ഇവരുടെ വശത്താക്കിയിട്ട് ആദിലെ കൊണ്ട് അനുമോൾക്കെതിരെ നെഗറ്റീവ് പറയിപ്പിക്കുകയാണ്. അപ്പം അവിടെ പുറത്തത് എന്താണ്? അനുമോൾക്ക് പോസിറ്റീവാണ് ആവണത്. അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.